വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ ട്രെയിൻ കോച്ച് കത്തിച്ചു. എലത്തൂരിൽ തീവെപ്പുണ്ടായ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനാണ് വീണ്ടും തീവെച്ചത്. ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു. NIA സംഘം സ്ഥലത്ത്, ട്രെയിൻ ബോഗി അന്വേഷണ സംഘം സീൽ ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, NIA സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് സ്ഥലത്തെ ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ? നിലവിൽ അവിടെ കേന്ദ്ര ഏജൻസികൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധന തുടരുകയാണെന്നാണ് ലഭ്യമാവുന്ന പുതിയ വിവരം. പോലീസ് ഡോഗടക്കം അവിടെ പരിശോധന നടത്തുകയാണ്. നമുക്കറിയാം, വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു വളരെ ഗൗരവമായൊരു വിഷയമുണ്ടായത്, ഒരു സംഭവം ഉണ്ടായത്. എലത്തൂർ സംഭവത്തിന് പിന്നാലെ 2 മാസത്തിന് ശേഷം അതേ ട്രെയിനിന്റെ ഒരു ബോഗി വീണ്ടും കത്തിച്ചിരിക്കുന്നു. 1:30യോടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാർഡിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന്റെ ബോഗിക്കാണ് തീ കത്തിച്ചത്. അതായത് ഏറ്റവും പിന്നിലത്തെ 3ാമത്തെ ബോഗിക്കാണ് തീ കത്തിച്ചത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആണത്. ആ ട്രെയിനിന്റെ ബോഗി, അതായത് എഞ്ചിൻ വേർപെടുത്തിയ ശേഷമാണ് ട്രെയിനിന്റെ ബോഗി യാർഡിലേക്ക് മാറ്റുന്നത്. ആ ബോഗിക്കാണ് അത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ തീ പടരുന്നത് കണ്ട് 2:20ഓടെ ഫയർഫോഴ്സ് യൂണിറ്റ് വിളിച്ച് ഒരു വളരെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് തീ അവിടെ നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായതെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ തീ പിടിച്ച ഈ ബോഗിക്ക് സമീപം ഒരു 100 മീറ്റർ അകലെയായിട്ട് BPCLന്റെ ഇന്ധന സംഭരണശാലയുണ്ട്. അതിലേക്ക് തീ പടരാതിരിക്കുന്നത് വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഗൗരവമായ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും നിലവിൽ പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘം അവിടെയുണ്ട്. കൂടാതെ കേന്ദ്ര ഏജൻസികളായ IBയുടെയും അതോടൊപ്പം തന്നെ NIA ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫോറൻസിക് പരിശോധനയിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ കോച്ചിന്റെ ശുചിമുറിയോട് ചേർന്നുള്ള ജനാലയുടെ ചില്ല് തകർത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു കല്ലും ഈ കോച്ചിനകത്ത് നിന്ന്, അതായത് ഈ ശുചിമുറിക്കകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിർണായക വിവരങ്ങൾ അവിടെ ലഭ്യമാകുന്നു എന്നാണ് വിവരം. കൂടാതെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് ഈ ബോഗി ബോഗി കത്തിക്കാൻ ഇടയായ ഒരു സാഹചര്യം എല്ലാം തന്നെ അതിലൂടെ ലഭ്യമാകുന്നതാണ് ആ വിവരം. അത്തരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു CCTV ദൃശ്യം, ഒരാൾ ട്രെയിനിന്റെ ബോഗിക്ക് സമീപത്തേക്ക് ഒരു അജ്ഞാതം പോകുന്ന ഒരു ദൃശ്യമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതും അന്വേഷണത്തിൽ സഹായകമാവുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്തായാലും വളരെ ഗൗരവമേറിയ അതായത് റെയിൽവേ മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ജീവനക്കാർ ആരെങ്കിലും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? അതായത് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പ്രധാനമായും സുരക്ഷ ശക്തമാക്കണമെന്നൊരു ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ 2 മാസത്തിന് ശേഷം സമാനമായ രീതിയിൽ ഒരു ട്രെയിനിന്റെ ബോഗി കത്തിക്കുന്നു. അതേ ട്രെയിൻ തന്നെ, അതായത് എലത്തൂർ സംഭവത്തിന് കാരണമായ ആ ട്രെയിൻ തന്നെയാണ് വീണ്ടും അഗ്നിക്കിരയാക്കിയതെന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അത് എന്തെന്ന് വെച്ചാൽ അത് വലിയൊരു സുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ കോണുകളിൽ നിന്ന് യാത്രക്കാരടക്കം ട്രെയിനിന് സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗൗരവമായി കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടണം, പോലീസിന് നിഷ്ക്രിയത്വമുണ്ട് എന്ന രീതിക്കുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. എലത്തൂർ സംഭവമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്. അത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യണം, ഗൗരവമായ അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ രീതിയിൽ തന്നെ ഈ വിഷയത്തെ കാണുകയും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. നിലവിൽ അവിടെ ഫോറൻസിക് സംഘമടക്കം പരിശോധന തുടരുകയാണ്. നിർണായക വിവരങ്ങളടക്കം ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രുതി, ഉണ്ണി, ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ വിമാനത്താവളത്തിലൊക്കെ സുരക്ഷ എന്ന് പറയുന്നത് എന്താ പറയേണ്ട, മണിക്കൂറുകളോളം കാത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എയർപോർട്ടിലേക്ക് കടക്കുന്നത്. അതുപോലത്തെ ഒരു സുരക്ഷ റെയിൽവേ സ്റ്റേഷനിലും വേണമെന്നാണോ? അതായത് നമുക്കറിയാം, സ്റ്റേഷനിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ, രാത്രികളിൽ സ്റ്റേഷൻ്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. കാരണം ഒരു സ്ത്രീ റെയിൽവേ അതായത് ട്രെയിൻ കയറാൻ പോകുമ്പോൾ, രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ ഒരു സുരക്ഷയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആർക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു പോകാം, ഏത് തരത്തിലും അക്രമം നടത്താം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരികയാണ്. അത്തരം റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ സുരക്ഷ എന്ന് പറയുമ്പോൾ സർക്കാർ അത്തരത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് പോകും. അതായത് യാത്രക്കാരുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ടോ?
ശ്രുതി, മറ്റ് രണ്ട് വശങ്ങളാണ് പ്രധാനമായും. റെയിൽവേ സംബന്ധിച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു യാർഡിൽ, അതായത് ട്രെയിൻ സർവീസ് കഴിഞ്ഞ് ട്രെയിൻ്റെ എഞ്ചിൻ വേർപെടുത്തിയ ശേഷം ഒരു യാർഡിലാണ് ഈ ബോഗി നിർത്തിയിട്ടിരുന്നത്. ആ യാർഡിൽ സ്ഥിരമായിട്ട് അവിടെ നിർത്തിയിടാറുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന ബോഗിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരു സുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ടാകുന്നു. ശ്രുതി സൂചിപ്പിച്ച പോലെ വളരെ ഗൗരവമേറിയ വിഷയമാണ്. സുരക്ഷ വളരെ പ്രധാനം തന്നെയാണ് അവിടെ. അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ട്രെയിനിലായാലും ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ രണ്ട് കാര്യത്തിലും സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി, ഏറ്റവും ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് വരണം എന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. കൂടുതലും ഈ രാത്രി യാത്രകളടക്കമുള്ള അടക്കം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആശങ്കയോട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണണമെന്ന ഒരു കാര്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. കൂടാതെ നമുക്ക് അറിയാം, ഈ എലത്തൂർ സംഭവം നടന്ന് 2 മാസമായിട്ടുള്ളൂ. ഏപ്രിൽ 2-നാണ് എലത്തൂർ സംഭവം ഉണ്ടായത്. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA തുടരുകയാണ്. അതിനിടയിൽ തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത് വളരെ ഗൗരവമായി തന്നെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു അട്ടിമറി സാധ്യതയാണോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എലത്തൂർ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് അക്ടിഗിരിയായ ആ കോച്ച് ഈ നിലവിൽ ഇന്ന് കത്തിച്ച കോച്ചിന് സമീപം തന്നെയാണ്, അല്പം മാറിയാണ് ആ കോച്ച് അന്വേഷണ വിധമായി വെച്ചിരിക്കുന്നത്. അപ്പം അത് രണ്ടും കൂടെ എങ്ങനെയെങ്കിലും അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അട്ടിമറി ഉണ്ടോ എന്നൊരു കാര്യമാണ് റെയിൽവേ പ്രധാനമായും നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ റെയിൽവേ പോലീസ് അന്വേഷണം തുടരുകയാണ്. കേന്ദ്ര ഏജൻസികളടക്കം ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് തന്നെ അന്വേഷണം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സംഘം അവിടെ പരിശോധന നടത്തുന്നു. പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ജനൽ ചില്ല് തകർത്ത് അതിലൂടെ ഇന്ധനം ഒഴിച്ചാണ് അവിടെ കത്തിച്ചത്, അല്ലെങ്കിൽ ആ ബോഗി കത്തിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഒരു പോലീസ് നായ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് പോയി എന്ന ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റിക്കാട്ടിലേക്ക് സ്മെല്ല് പിടിച്ച് പോയി എന്ന ഒരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗൗരവമായി തന്നെ ഈ വിഷയത്തെ റെയിൽവേ കാണുന്നു. കൃത്യമായ അന്വേഷണം നടത്താൻ തന്നെയാണ് റെയിൽവേയുടെ തീരുമാനം. അട്ടിമറി സാധ്യതയുണ്ടോ എന്നാണ് റെയിൽവേ ഉറ്റുനോക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. എലത്തൂരിൽ തീവെപ്പുണ്ടായ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനാണ് വീണ്ടും തീ വെച്ചത്. ഒരു ബോഗി പൂർണ്ണമായും കത്തി നശിക്കുകയുണ്ടായി. ഇപ്പോൾ NIA സംഘം സ്ഥലത്തുണ്ട്, പരിശോധന നടക്കുകയാണ്. വരും മണിക്കൂറിൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ.